നമുക്കിന്ന് റെസിപ്പി നോക്കിയാലോ. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നേ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 3 hours ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം എയർ ഫ്രയറിൽ ഒരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സോളം ഞാൻ ഫ്രൈ ചെയ്തു. ഇനി ഒരു 3 സബോള എടുക്കുക, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല. ഇത് ചെറിയ സ്ലൈസായിട്ട് ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളികേരം എടുത്തു, അതും സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചു. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഈ മിക്സ് ഇട്ടിട്ട് നന്നായി വഴറ്റി. ഈ മിക്സ് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് നമ്മുടെ സവോള ചേർക്കാം. സവോള ചേർത്തിട്ട് നല്ലോണം തീ കൂട്ടി വെച്ചിട്ട് നന്നായി കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. സവാള നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് പാകത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി മിക്സാക്കാം. ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ വെറുതെ ഇന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ചോറിൻ്റെ ഒപ്പം കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയായിരുന്നേ. ഇതിലധികം മസാല ഒന്നും ചേർക്കണില്ല കേട്ടോ. ഞാൻ ഈ ഒരു സ്പൂൺ കൊണ്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഫ്രഷ് ക്രീമോ നാളികേരപ്പാലോ എന്തെങ്കിലും മിക്സ് ആക്കിയിട്ട് ഒന്ന് ഇളക്കി അത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ വെച്ചിട്ട് ചിക്കനിലിട്ട് നമുക്ക് നന്നായി മിക്സാക്കി കുറച്ചും കൂടിയും ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് നമുക്കത് നന്നായി ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ ഈ ഡിഷ് ഉണ്ടല്ലോ ഒന്നുകൂടി റിച്ച് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ക്രീം ഒഴിച്ചത്. ഓൾറെഡി നമ്മുടെ ചിക്കനും അതുപോലെ ആ മസാലയും കുറച്ച് ഡ്രൈ ആണ്. അപ്പോൾ ഈ ക്രീമും കൂടി ചേർത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ്. ഇത് നമ്മുടെ ചിക്കൻ മസാല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ആ മസാല മുഴുവനും ചിക്കനിലേക്ക് പിടിച്ച് നന്നായി റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ അതിൽ ചേർത്തിട്ടുള്ള നാളികേരക്കൊത്ത് അത് നമ്മൾ അറിയാം, സ്ലൈസ് ചെയ്തിട്ടാൽ അറിയില്ല, പക്ഷെ അത് കഴിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റാം കേട്ടോ. അതങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ഇത് നമ്മുടെ ചിക്കൻ മസാല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് ബ്രെഡ് കൂട്ടിയിട്ടാണ് കഴിച്ചത്. പക്ഷേ സെക്കൻഡ് ടൈം ഞാൻ ചോറ് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ചോറ് കൂട്ടി വെച്ചതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.